ഹലോ, ഉമ്മീസ് കുക്കിംഗ് ടൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു പാൽച്ചെമ്പും കറിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരാം. നമ്മൾ ചേമ്പൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. കുടുക്കിയിൽ തന്നെ കട്ട് ചെയ്യുക. നമ്മൾ കറി ഉണ്ടാക്കണേ ഇത് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. നമ്മൾ ചേമ്പൊക്കെ കട്ട് ചെയ്തു. നമുക്ക് 2 തക്കാളി 3 പച്ചമുളകുണ്ട്, ഇതിലേക്ക് കട്ട് ചെയ്തിടാം. അങ്ങനെ നമ്മൾ പച്ചമുളകും തക്കാളിയൊക്കെ അതിലേക്ക് കട്ട് ചെയ്തു. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് മല്ലിപ്പൊടിയാണ്, നല്ല ടേസ്റ്റാണ് മല്ലിപ്പൊടി കൂടുമ്പോൾ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. ഇനി അടച്ച് വെക്കാം. ഇത് പെട്ടെന്ന് വേവുമല്ലോ, വലിയ ചേമ്പല്ല. ഇനി ഒരു തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ചേമ്പ് കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 3 വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടി പോരുത്, 3 അല്ലി ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളി കൂടുതലായാൽ നല്ല ചുവ വരും. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല അരച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. ആ കറി നല്ല തിളച്ച് വന്നു. നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കുക. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാവരും കണ്ടിട്ട് ചെയ്ത് നോക്കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും നല്ല ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമുക്ക് അടച്ചു വെക്കാം. നമ്മളെ ചേമ്പൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഇത് പുളിയൊന്നും വയ്ക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. ഇത് ചോറിൽക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇത് തിളച്ച് വരട്ടെ. നമ്മൾ ചേമ്പ് കറി തേങ്ങയൊക്കെ വെച്ചിട്ട് നല്ല തിളച്ച് വന്നു. നമുക്കിത് തളിച്ച് വെച്ച് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിലേക്ക് നല്ല ചുവന്ന് വന്നു. നമുക്കിത് കറിയിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ താളിപ്പ് വെച്ച് കൊടുക്കാം. ചേമ്പ് കറിക്ക് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. നമ്മൾ പാൽച്ചേമ്പ് കറി റെഡി. മല്ലിയൊക്കെ അരച്ചിട്ട് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.